ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മൈൻഡ് മാസ്റ്ററി 30 ഡേയ്സ് കോഴ്സിൻ്റെ ചെറിയൊരു ഔട്ട്ലൈനാണ്. പലരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ കോഴ്സിൻ്റെ കണ്ടൻറ്റ്, എന്താണ് ഇത് അർത്ഥമാക്കുന്നത്, എന്താണ് അതായത് എന്ത് യൂസാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങളെ അറിവിലേക്ക് നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടിയായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം അത്രയും കണ്ടൻറ്റ് ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഓഗസ്റ്റിലേക്ക് സമയം വെച്ചത്. കാരണം ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മുടെ മനസ്സിന് വേര് ഉറപ്പിക്കാൻ സാധിക്കും. നമുക്ക് എപ്പോഴും വേണ്ടത് വേരൂന്നിയുള്ള പഠനമാണ്. മനസ്സിനെ പറ്റി പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചാലാണ് നമുക്കത് അപ്ലൈ ചെയ്യാനും തെറ്റിപ്പോവാതിരിക്കും. പലപ്പോഴും നമ്മൾ പല പ്രാക്ടീസുകളും ചെയ്യുന്നവരായിരിക്കാം. പ്രാക്ടീസൊക്കെ ചെയ്ത് ഒരു 3 മാസം നമ്മൾ ഈ പ്രാക്ടീസൊക്കെ ചെയ്യും. പിന്നെ കണ്ടിന്യൂഷൻ ഇല്ലാതെ പലരും പറയാറുണ്ട്, കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല. സൂം ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തവരാണ് ഈ പറയുന്നത് അധികം. കണ്ടിന്യൂഷൻ ഇല്ല, പിന്നെയും ആ ക്ലാസ്സിൽ വീണ്ടും പോയി ചേരും. കണ്ടിന്യൂഷൻ ഇല്ല, വീണ്ടും, അതായത് കണ്ടിന്യൂറ്റി ആർക്കും കിട്ടുന്നില്ല. വാട്സപ്പ് ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതെടുത്ത് കേൾക്കാം. ശരിയല്ലേ? നമുക്ക് ഇനിയിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞില്ല, പല തിരക്കിലായിപ്പോൾ നമ്മൾ. അപ്പോൾ ഇതെടുത്ത് കേൾക്കുക, വീണ്ടും നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആഴ്ന്നിറങ്ങി നമുക്ക് ഈ കോഴ്സിലൂടെ പോയുമ്പോൾ നമുക്ക് ആഴ്ന്നിറങ്ങി പഠിക്കാൻ സാധിക്കും. എപ്പോഴും നല്ല വേര് ഊന്നി നിൽക്കുന്ന വൃക്ഷത്തിനാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക. എന്ത് കാറ്റ് വന്നാലും മഴ വന്നാലും നല്ല കൊടുങ്കാറ്റ് വന്നാലും ആ വൃക്ഷം വീഴില്ല. കാരണം അതിൻ്റെ വേര് അത്യധികം ഉള്ളിലേക്ക് പോയി. അതുപോലെ നമ്മുടെ മൈൻഡ് നമുക്ക് വേരൊന്ന് ഉറപ്പിക്കണം. കാരണം എന്താ വെച്ചാൽ പല ചിന്തകളും നമ്മുടെ ഉള്ളിലേക്ക് വരും. ഒരു ദിവസം 60,000 മുതൽ 80,000 വരെ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നുണ്ട്. ചിന്തയെ പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിക്കില്ല. ഇന്ന് ഞാൻ ഇതിനെ ചിന്തിക്കുള്ളൂ, നാളെ മുതൽ ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയാം. പക്ഷെ എത്രത്തോളം നമുക്കത് സാധിക്കില്ല. നമ്മൾ LOA പ്രാക്ടീസൊക്കെ ചെയ്യുന്നവരായിരിക്കാം, ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും ഒക്കെ പറയുന്നവരും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ കിട്ടുന്ന ഒരു ബോധത്തിനാണ് പ്രാധാന്യം. നമുക്കൊരു ബോധം വരും. എന്ത് പറയണം, എന്ത് പറയണ്ട, ഏത് സമയത്ത് ഇത് ഉപയോഗിക്കണം എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും. കാരണം ഓരോ ടോപ്പിക്കിനും ഓരോ മെഡിറ്റേഷൻസാണ്. ഈ മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ, അതും 1 മണിക്കൂറുള്ള മെഡിറ്റേഷൻ വരെയുണ്ട്. ഗൈഡഡ് മെഡിറ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരാൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പം വേറെ ഒരു ചിന്തയും നമുക്കുണ്ടാവില്ല. നമ്മൾ അതിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കും. അപ്പോൾ നമ്മളൊരു പുതിയൊരു ലോകത്തെത്തുന്ന പോലെയൊക്കെ ഫീലൊക്കെ നമുക്ക് വരും. മനസ്സ് നല്ല കാമൻ കൂളായി നമുക്ക് നടക്കാൻ കഴിയും. നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അത് നമ്മളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്, അല്ലേ? നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? ഫീലിങ്സിലാണ്. ദൃശ്യവും ഫീലിങ്സും വേറൊന്നുമല്ല. നമ്മളായിക്കഴിഞ്ഞ്, എൻ്റെ കുടുംബം എങ്ങനെ ആയിക്കഴിഞ്ഞു, എൻ്റെ മക്കളെങ്ങനെ ആയി തീർന്നു, ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് നേടാൻ കഴിഞ്ഞു എന്ന് നമ്മൾ ഉപബോധ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. എപ്പോഴും അഫർമേഷൻ പറയുന്ന സമയത്ത് എനിക്കത് ലഭിച്ചു, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ലഭിച്ചു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വീട് എനിക്ക് സ്വന്തമായി എന്ന് പറയുമ്പോൾ മനസ്സൊന്നും സംശയം കൊള്ളും. കാരണം അത് വന്നില്ലല്ലോ. റിയാലിറ്റിയിൽ എന്താണ്? ഇല്ല, അല്ലേ? വീടുമില്ല, കാറുമില്ല, ഒന്നുമില്ല. പക്ഷേ അത് മനസ്സൊന്നും ഓർമ്മിപ്പിക്കും. ശരിയല്ലേ? അതിന് നമ്മൾ അഫർമേഷൻ പറയേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അഫർമേഷൻ്റെ പവർ അമേസിംഗ് ആണ്, അതിലൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് വന്ന് സംസാരിക്കാൻ സാധിക്കുന്നത്. ഡിപ്രഷൻ മൂലം ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു പോയ അവസ്ഥ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. അന്നേരം ഒരുപാട് മുടി ഉണ്ടായിരുന്നു എനിക്ക്. ഇവിടെ വരെയൊക്കെ മുടി ഉണ്ടായിരുന്നു. പൂറ്റി വരെ മുടിയില്ല, പക്ഷേ ഇവിടെ വരെയൊക്കെ, പുറം വരെയൊക്കെ ആ മുടി മുഴുവൻ കട്ട് ചെയ്ത് ഇവിടെ വരെ ആക്കി നടന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവറി ചെയ്ത് ഞാൻ ഇന്നലെയും നിങ്ങളോട് സംസാരിക്കുമ്പോൾ കണ്ടോ, ഇന്നെനിക്ക് കാണും,
നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ മുടി എത്രത്തോളം വളർന്നു കഴിഞ്ഞെന്ന്. ഇതെൻ്റെ വളർച്ചയാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് എനിക്ക് ഈ ചേഞ്ച് വന്നു തുടങ്ങിയത്. അതിന് കാരണം മറ്റുള്ളവരല്ല, ഞാൻ തന്നെയായിരുന്നു. കാരണം എൻ്റെ ചിന്തകളായിരുന്നു. മറ്റുള്ളവരും ഭാഗവാക്കാകണം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പലരും പറയും നമ്മൾ മാത്രമാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്, മറ്റുള്ളവരല്ലേ, സാഹചര്യമല്ലേ, അവരങ്ങനെ പറഞ്ഞിട്ടല്ലേ. പക്ഷെ എന്തുകൊണ്ട് ആ സാഹചര്യം നമുക്ക് വന്നു? നമ്മുടെ ചിന്തകൾ തന്നെയാണ്. നമ്മുടെ ചെറിയ പ്രശ്നമായിരിക്കും, നമ്മളത് വലുതായി ചിന്തിക്കുമ്പോൾ നാം അറിയാതെ വീണ്ടും അത് അട്രാക്ഷൻ നടക്കും, അത് വീണ്ടും ആവർത്തിക്കുന്നു. ഇതാണ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് നിറയുമ്പോൾ അതിലൂടെ നമുക്ക് ഒരു സൊല്യൂഷൻ, നമ്മൾ എന്ത് ചെയ്താലും അന്നേരം നടക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളായാൽ പോലും പ്രാർത്ഥന പോലും ഫലിക്കാത്തൊരു ഘട്ടമാണ് വരിക. അപ്പം നമ്മൾ കരുതും ദൈവം പോലും എന്നെ കൈവിട്ടോ. അങ്ങനെ തോന്നാറുണ്ടോ നിങ്ങൾക്ക്? ദൈവം കൈവിടുന്നതല്ല, നമ്മുടെ ചിന്തയാണ് നമ്മെ വെട്ടിലാക്കുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുമോ നിങ്ങളതായിത്തീരും. ഇതിലൊന്നും ഒരു കാര്യമില്ല, ഇതൊക്കെ വെറുതെയാണ്, എല്ലാവരും ഇപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ജീവിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ. മറിച്ച് ഞാൻ ഒരുപാട് മാറാൻ ആഗ്രഹിക്കുന്നു, എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് തലയുയർത്തി നിന്നേ മതിയാവും, എനിക്ക് ജയിക്കണം, അതും എല്ലാവരുടെ മുന്നിലും ജയിച്ച് കാണിക്കണം. ആരെയും വെറുപ്പിച്ചുകൊണ്ടല്ല, ആരെയും വേദനിപ്പിച്ചിട്ടുമല്ല, എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് തന്നെ മുന്നേറണം എന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണെന്ന് വിചാരിക്കുക. അതതുപോലെ സംഭവിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായിത്തീരുന്നു. അപ്പോൾ നമുക്ക് ആരും ഇത് പറഞ്ഞു തരാനോ നമ്മുടെ ഇങ്ങനെയൊക്കെയാണ് ലൈഫ്, ഉപബോധ മനസ്സിൻ്റെ ശക്തി ഇത്രയാണ് എന്ന് പറഞ്ഞു തരാനോ ആരുമില്ല. അങ്ങനെ ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റിലും. നമ്മുടെ മനസ്സിൽ 2 തലങ്ങളുണ്ട്, ബോധ മനസ്സ്, ഉപബോധ മനസ്സ്. പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതെല്ലാം ബോധത്തിലാണ്. ഉപബോധ മനസ്സിനൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. ഇതൊന്നും പറഞ്ഞു പഠിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് എങ്ങനെ ലഭിക്കുന്നു? കാരണം നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? നന്മയുണ്ടല്ലേ, ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. എന്നെ കാണുന്ന, ഇനിയിപ്പോൾ എന്നെ കാണാത്തവരുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും ഈശ്വരൻ്റെ ചൈതന്യമുണ്ട്. ആ ഒരു ചൈതന്യം മനസ്സിലാക്കാതെ ജീവിതം മടുത്ത് മരണത്തിലേക്ക് പോകുന്ന എത്രയോ വ്യക്തികളുണ്ട്, ഉള്ളിലെ പവർ തിരിച്ചറിയാതെ. സാഹചര്യം, മനുഷ്യരും വേദനിപ്പിച്ച് എത്ര സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നില്ലേ? വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം സ്നേഹത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, വഞ്ചിച്ചിട്ടൊക്കെ. ഓരോരുത്തരും നമ്മൾ ഒരുപാട് കഥകൾ നിങ്ങൾ കേൾക്കുന്നു, സ്ത്രീധനത്തിൻ്റെ പേരിലല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വ്യക്തികൾ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളെപ്പോഴും ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഹറാസ്മെൻറ്റ് ചെയ്യുക, നിങ്ങളൊരു വാല്യൂ കൽപ്പിക്കുന്നില്ല, നല്ല വ്യക്തികളാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വിട്ട് അകന്ന് പോവുക. ചില ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, ഹസ്ബൻഡിനെ വിട്ട് പിരിയാൻ കഴിയില്ല, അവർ വീണ്ടും വീണ്ടും അവരെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കും. കുറേയൊക്കെ എന്താ പറയുക, ആദ്യമൊക്കെ കുറേ നല്ല സ്നേഹം അഭിനയിക്കും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വേദനിപ്പിക്കും, അഭിനയിക്കും, വീണ്ടും വേദനിപ്പിക്കും. ഇങ്ങനത്തിൽ കാര്യമില്ല. നമ്മൾ തിരിച്ചറിയുക ഇത് ശരിയല്ല. അപ്പോൾ സ്വയം നമ്മൾ എന്ത് ചെയ്യണം? 2 കാലിൽ നിൽക്കാൻ നമുക്ക് കഴിയണം, സ്വന്തം കാലിൽ നിൽക്കാൻ നമുക്ക് കഴിയണം. ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മുന്നേറാൻ നമുക്ക്. കാരണം നമുക്ക് നമ്മെ സ്നേഹിക്കാം. അവിടെയാണ് സെൽഫ് ലവിൻ്റെ പ്രാധാന്യം. അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യണം, നിർബന്ധമാണ്. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മെ ആരും സ്നേഹിക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട എന്നുള്ള ചിന്താഗതി. എന്തിനും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മെ സ്നേഹിക്കാൻ നമ്മളില്ലേ? നമ്മെ സ്നേഹിക്കാനും നമ്മെ കരുതാനും നമ്മളെപ്പോലെ മറ്റാർക്കും കഴിയില്ല എന്നാണ്. അപ്പോൾ ഉയർത്തിക്കൊണ്ടുവരിക, സ്വയം സെൽഫ് ലവൊക്കെ പറഞ്ഞ് ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ ഈ മൈൻഡ് മാസ്റ്ററിയിൽ പറഞ്ഞ് ടോപ്പിക് വിട്ടുപോയി. മൈൻഡ് മാസ്റ്ററിയിൽ വരുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം, കുടുംബജീവിതം സംതൃപ്തമായി എങ്ങനെ കൊണ്ടുപോകാം എന്ന് പഠിപ്പിക്കും. കടങ്ങളൊക്കെ ഒഴിവാക്കി ജീവിതത്തിൽ പണത്തിൻ്റെ ലഭ്യത ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കും. ഗുഡ് പാരൻറ്റിങ് ആവാൻ സഹായിക്കും. അതേപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉപബോധ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെ ഓരോ ദിവസം നമുക്ക് മുന്നേറാനും സഹായിക്കും. ഇതിനൊക്കെ സഹായിക്കും. ഇതിൻ്റെ ഒരു കീ ഉണ്ട്, താക്കോൽ എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. ഓരോന്നിനും ഓരോ മെഡിറ്റേഷൻസ് ഉണ്ട്. അതായത് സോൾ അവെയർനെസ് മെഡിറ്റേഷൻ, അതേപോലെ മൈൻഡ് സെറ്റ് മെഡിറ്റേഷൻസ്, 1 മണിക്കൂറോളമുള്ള മെഡിറ്റേഷൻ, പിന്നെ അതേപോലെ ഗോൾ സെറ്റിംഗ് മെഡിറ്റേഷൻസ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ പ്രശ്നങ്ങളോ
എന്ത് പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരാത്തവരാരെങ്കിലും ഉണ്ടാവും. പല പ്രശ്നങ്ങളും നമുക്ക് വരും. അപ്പോൾ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് നമുക്ക് ഒരു കാം ആൻഡ് കൂളായിട്ട് ഇരിക്കാൻ സാധിക്കും. ഗൈഡഡ് മെഡിറ്റേഷനാണ് എല്ലാം. അങ്ങനെ ഒരുപാട് മെഡിറ്റേഷൻസ് ഉണ്ട്. പിന്നെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ്, പിന്നെ LOAയിലുള്ള കുറേ ടെക്നിക്സ്. എപ്പോഴും നന്ദിയുള്ളവനിലേക്ക് കൂടുതൽ കൊടുക്കപ്പെടും, നന്ദിയില്ലാത്തവരിൽ നിന്ന് ഉള്ളതും എടുക്കപ്പെടും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ്, എഫർമേഷൻസ് പറയിപ്പിക്കൽ എല്ലാം ഉണ്ടാവും. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് കേൾക്കാമെന്നുള്ളതാണ്. നമുക്ക് വേരൂന്നിയിട്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റും. നമുക്കൊരു ബോധം ലഭിക്കും. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. എൻ്റെ സന്തോഷം എന്നിലാണ്. ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കുറേയൊക്കെ നമ്മുടെ ചിന്തകളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. പിന്നെ ചില സ്ഥലത്തൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടാവും. ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. എപ്പോഴും പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ടിട്ട് മനഃപൂർവ്വം വേദനിപ്പിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക എന്നല്ലാതെ നമുക്കൊന്നും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല. കാരണം ചിലവർ അവർ ആ മാനസികാവസ്ഥ അടിച്ചേൽപ്പിക്കുക ചെയ്യുക നമ്മളെ മേലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ നീറുകയാണ് ചെയ്യുന്നത്. അവർക്ക് മനസ്സമാധാനം ഉണ്ടായിട്ടാണ് അവർ ചെയ്യുന്നത്, ഒരു ഒട്ടുമല്ല. അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. മനഃപൂർവ്വം വേദനിപ്പിക്കുക, അവരുടെ ഉള്ളിലുള്ള വേദന മറക്കാൻ വേണ്ടി അവർ വേദനിപ്പിക്കുക. എന്നിട്ട് അവർക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെപ്പോഴും ബ്ലെസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് അത്രേ ചെയ്യാനുള്ളൂ. ഫോർഗീവ്നെസ് കൊടുക്കേണ്ടടുത്ത് ഫോർഗീവ്നെസ് കൊടുക്കുക തന്നെ ചെയ്യണം. ഒരുപാട് അസുഖങ്ങൾ നമുക്കിങ്ങനെ കുറയ്ക്കാൻ സാധിക്കും. അനാവശ്യ അസുഖങ്ങളൊക്കെ വരുന്നത് ഈ നമ്മുടെ മനസ്സിൻ്റെ ഈ ബ്ലോക്കാണ്. ചില അസുഖത്തിനൊന്നും മരുന്നുണ്ടാവില്ല. മനസ്സൊന്ന് കാമൻകൂളാക്കിയാൽ തീരാവുന്ന അസുഖങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ എന്ത് വേണം? ഫോർഗീവ്നെസ് കൊടുത്തേ മതിയാവും. എന്നെ അത്രയും ദ്രോഹിച്ച ആ വ്യക്തിയെ എനിക്ക് ഫോർഗീവ്നെസ് കൊടുക്കാനോ? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. കൊടുത്തേ മതിയാവും. എന്തുകൊണ്ട്? അവരുടെ നന്മയ്ക്കല്ല, നമ്മുടെ നന്മയ്ക്ക്. നിങ്ങൾ ഫോർഗീവ്നെസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സും മലിനമാവും. കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഏൽക്കും. നിങ്ങളാണ് ഫുൾ അവിടെ അരിഞ്ഞില്ലാതാവുക. അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുമ്പോൾ അവർക്ക് തിരിച്ചറിവ് വരും, അവിടെ ചേഞ്ച് വരും. നമ്മുടെ ഒരാളുടെ ചിന്ത മറ്റൊരാളെ ബാധിക്കുന്നുണ്ട്. ഒരാൾ നമ്മെപ്പറ്റി ദുഷിപ്പ് പറയാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുക, ഞാനിവിടെ ഇന്ന് ഇരിക്കുകയല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് ഇട്ടിരിക്കുന്നൊരു ചേച്ചി മനസ്സിൽ വിചാരിക്കുക, ഭയങ്കര അഹങ്കാരി, മിണ്ടുമില്ല, സംസാരിക്കുകയില്ല, എന്നോട് നല്ലോണം പോലെ നോക്കില്ല, എന്ത് സാധന, അങ്ങനെയൊക്കെ പറയാമെന്ന് മനസ്സിൽ വിചാരിക്കാമെന്ന് വിചാരിക്കുക. ആ ഒരു ചിന്ത പോലും നമ്മെ ബാധിക്കും. നമ്മൾ അവരെ നോക്കുമ്പോൾ ആ ഒരു ചിന്ത, അതായത് എല്ലാവരും കണക്റ്റഡാണ്. ഡിവൈൻ വൺനെസ്, നമ്മളെല്ലാവരും കണക്റ്റഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കണക്റ്റഡാണ്. അപ്പം ആ ചിന്ത നമ്മെ ബാധിക്കും. നമ്മുടെ ഉള്ളിൽ അവരോടുള്ള ഒരു നമ്മളറിയാതെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മളിൽ നിന്ന് അവരിലേക്ക് പോകും. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലറിയാം ഇവർ എന്നെപ്പറ്റി നല്ലത് ചിന്തിക്കില്ല എന്ന് തോന്നുന്ന വ്യക്തികളെ കാണുമ്പോൾ ഒരു ഗോൾഡൻ പൊടി അവരുടെ മേലെ ഇങ്ങനെ ആകാശത്തു നിന്ന് വരുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് അവർ ബ്ലെസ് ചെയ്യുക. നിങ്ങൾക്കെല്ലാ നന്മകളും ഉണ്ടാവട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. എപ്പോഴും നിങ്ങളിത് പറഞ്ഞു നോക്കൂ. അവരുടെ ആ നെഗറ്റീവ് ചിന്ത നിങ്ങളെ ബാധിക്കില്ല. ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഓറയുടെ പറ്റി. നമ്മുടെ ശരീരത്തിന് ലെയേഴ്സ് ഉണ്ട്. ഈ ലെയറിൽ പല കളേഴ്സും ഉണ്ട്. ഇത് മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓറ ക്ലെൻസിങ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള നെഗറ്റീവ് മെൻറ്റാലിറ്റിയുള്ള ആളുകൾ നമുക്കറിയാം, അവർ നമ്മെ പറ്റി നല്ല ചിന്തിക്കില്ല. നമുക്ക് ചിലപ്പോൾ നമ്മളെ ചിന്തയായിരിക്കാം. ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ ആ ഒരു ചിന്ത അവർ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീലാവും. ഇൻ കേസ് അങ്ങനെ നമുക്ക് തോന്നുമല്ല, നമ്മളുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയാണ് ഇവർ ചിന്തിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞ ഒരു ഗോൾഡൻ കളർ പൊടി അവരുടെ മേൽ ആകാശത്ത് നിന്ന് വരുന്നതായി സങ്കല്പിക്കുക. അവർക്ക് പല ബ്ലെസ്സിങ്ങും അവർക്ക് വരുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ദൈവമേ നന്ദി എന്ന് പറയുക. ഇങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറഞ്ഞു വരുന്നതും അവർ ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുകയുമില്ല. ഓക്കെ, ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ ഓറയിലേക്ക് അടുക്കുകയില്ല. നമ്മുടെ ഓറ ശക്തിപ്പെടണം എപ്പോഴും. അതിനാണ് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നത്. എപ്പോഴും ഓറ ശക്തിയുള്ളൊരു വ്യക്തിക്ക് നേരെ ഒന്നും അടുക്കില്ല, ഒരു ഇമ്പാക്റ്റും അടിക്കില്ല. ഒരാളുടെ ചിന്ത പോയിട്ട് ഒന്നും അടിക്കില്ല. എപ്പോഴും രാവിലെ ഉണർന്ന് എണീച്ച് വരുമ്പോൾ നമ്മുടെ ഈശ്വരനിൽ നിന്നും ഒരു പ്രഭാവലയം
എൻ്റെ ശരീരത്തിന് മൊത്തം ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് നൽകിയിരിക്കും. പ്രൊട്ടക്ഷനിലേക്ക് ഒരാളുടെ ചിന്തയും ഒന്നും വരികയില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എന്ന് ഡെയിലി നിങ്ങളിങ്ങനെ പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ വീടിന് കൊടുക്കുക ഇങ്ങനെ ഇതുപോലെ പ്രൊട്ടക്ഷൻ, മക്കൾക്ക്, വാഹനത്തിന്, എല്ലാം നിങ്ങളെ വീട് നിൽക്കുന്ന ആ ഏരിയയ്ക്ക് എല്ലാം കൊടുക്കാം. അത് മനസ്സിൻ്റെ ഒരു പവർ, നമ്മൾ കൊടുക്കുന്ന ഒരു പവർ. അപ്പോൾ നമ്മളൊന്ന് സങ്കല്പിക്കുകയും കൂടെ ചെയ്യുക. ഒരു പ്രഭാവലയം, ഒരു വൈറ്റ് കളർ പ്രഭാവലയം നന്നായി നിറഞ്ഞു നിന്ന് നമ്മൾ വീടിനെയും മക്കളെയൊക്കെ കാക്കുന്നതായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതെല്ലാം ചെയ്യുക. പിന്നെ മോട്ടിവേഷൻ വീഡിയോ ധാരാളം കാണുക. മനസ്സിനെ എപ്പോഴും പ്രോഗ്രാമിങ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഈ കോഴ്സിൽ ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടൻസ് ഒക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവുക. ക്ലാസ് എന്തായാലും ഓഗസ്റ്റ് ലാസ്റ്റിലേക്കും തുടങ്ങുക. കാരണം അത്രയ്ക്കും അമൂല്യമായ നിധിയുണ്ട് ക്ലാസ്സിൽ. ഇത്രയും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വേരൂന്നി, അതായത് ആ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ശേഷം എനിക്ക് വന്ന മാറ്റങ്ങൾ തന്നെ അമേസിങ് ആണ്. ആ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതാണ് എൻ്റെ ദൗത്യം. എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിച്ചത് എനിക്കറിയാം. എന്നെ കാണുന്നവരൊക്കെ അത്ഭുതപ്പെടുക ചെയ്യാറ്. ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുമോ? അത്രയും മാറ്റങ്ങളാണ് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളത്. കാരണം നമ്മൾ വിവാഹം കഴിഞ്ഞ് വേറൊരു വീട്ടിലെത്തി, അവർക്കറിയില്ല നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ചെറുപ്പകാലം കഴിഞ്ഞതെന്ന് അവർക്കറിയില്ല. നമ്മൾ കാണുന്ന ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് പോലും അത്ഭുതമാണ്. പക്ഷെ ആരും അത് പറയില്ല. പറയുന്നവർ നമ്മോട് നേരിട്ട് പറയുന്നു. ചെറുപ്പത്തിലെ നമ്മളെ കാണുന്നവരൊക്കെ അതിശയത്തോടു കൂടെയാണ് നോക്കുന്നത്. ഓക്കെ, കാരണം എനിക്ക് വന്ന ചേഞ്ച്, എൻ്റെ ചിന്താഗതികളും എൻ്റെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ചില സാഹചര്യങ്ങളും നമുക്കുണ്ടാവും. അതെല്ലാം ഞാൻ മാറ്റിയപ്പോൾ എൻ്റെ ലൈഫിൽ ഈസി റിസൾട്ടാണ് ഉണ്ടായത് ഓരോ ഏരിയയിലും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നിങ്ങൾ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം നടക്കുന്നില്ല, പ്രോപ്പറായിട്ട് നിങ്ങൾ ദൃശ്യവൽക്കരണം ചെയ്താൽ മതി. പ്രോപ്പറായിട്ട് ചിലർ പറയാറുണ്ട് എനിക്ക് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. വൈ? അതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഉള്ളിലുള്ള ചില ബ്ലോക്കുകളുണ്ട്. എന്ത്? ഭയം, പേടി, വെറുപ്പ്, പക, വിദ്വേഷം, അസൂയ, കുശുമ്പ്. ഇതൊക്കെ വേണച്ച് ചെയ്യുന്നതല്ലേ, മറ്റുള്ളവർ കാണിക്കുമ്പോൾ ചെയ്തു പോകുന്ന. എന്നാലേ ഇനി മുതൽ അതൊക്കെ അങ്ങോട്ട് കഴുകി വെള്ളത്തിൽ കഴുകുന്നത് പോലെ കഴുകി പതിയെ ഇല്ലാതാക്കുക. ഓൾറെഡി മെഡിറ്റേഷൻ ചെയ്യാനുള്ള പവറൊക്കെ വരും. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് കുറച്ച് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്കിത് മോചനം കിട്ടില്ല. കാരണം പലരും പല ജീവിത സാഹചര്യത്തിൽ വരുന്നവരാണ്. എൻ്റെ ജീവിത സാഹചര്യമല്ല മറ്റുള്ളവർക്ക്. നമ്മളൊക്കെ എത്രയോ ബ്ലെസ്സഡ് ആണ്. പലരും പല രീതിയിലാണ് ജനിക്കുന്നത് പോലും. നിങ്ങൾക്കറിയാലോ, നമ്മൾ പലരും കാണുന്നുണ്ട്. അവരുടെയൊക്കെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. നമുക്കൊന്നും ഇല്ലെങ്കിൽ നല്ല കണ്ണുണ്ട്, ശ്വസിക്കാൻ നല്ല മൂക്കുണ്ട്, നല്ല ശരീരമുണ്ട്, നടക്കാൻ കഴിയുന്നു, ഓടാൻ കഴിയുന്നു, ചാടാൻ കഴിയുന്നു. എന്നിട്ടാണ് നമ്മൾ വെറുതെ കിടന്ന് കരയുന്നത്. അതൊന്നും ഇല്ലാത്തവർ ഭൂമിയിൽ എത്ര കൈയില്ലാത്തവർ എന്തെല്ലാം നേടുന്നത്. നമ്മൾ മോട്ടിവേഷൻ കാണുന്ന സമയത്ത് ഈ കയ്യും കാലൊന്നും ഇല്ലാത്ത വ്യക്തികൾ ചെയ്യുന്ന ഒരു വീഡിയോസൊക്കെ ഇരുന്ന് കാണണം. നമുക്ക് ഇൻസ്പിറേഷൻ കൂടും. ഒരു കാല് പോയ ഒരു വ്യക്തിയാണ് ഹിമാലയം കീഴടക്കിയത്. ഇത്തിരി പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ വായിച്ചതായിരുന്നു. വികലാംഗയായ തരുണിമ സിൻഹയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എങ്ങനെ സാധിച്ചു? മനസ്സിൻ്റെ പവറാണത്. എനിക്ക് കുറവുകളാണ്, എനിക്ക് പ്രശ്നങ്ങളാണ്, എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ഇപ്പോൾ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൻ്റെ പവർ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു സംഭവം, അതായത് ഇതുപോലുള്ള കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നു. അതുപയോഗിച്ച് നമ്മൾ നമ്മെ തന്നെ കൊത്തിയെടുക്കും. ഒരു ശില, ആ ശിലയിൽ ഭംഗിയുള്ള നമ്മെ നമ്മൾ കൊത്തിയെടുത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം. ശരിയല്ലേ? അതല്ല എല്ലാവർക്കും വേണ്ടത്. സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഹാപ്പിനെസ്സും. ആദ്യം ഹാപ്പിനെസ് ഉണ്ടെങ്കിലാണ് ഇതെല്ലാം വരിക. ആരോഗ്യവും ഒക്കെ എല്ലാം വേണം. ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കാനാണ് പ്രാക്ടീസിലൂടെ ഒക്കെ കടന്നു പോകണമെന്ന് പറയുന്നത്. പാസ്റ്റാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വെട്ടിലാക്കുക. കഴിഞ്ഞ കാല ചിന്തകൾ, കഴിഞ്ഞ വ്യക്തികൾ, കഴിഞ്ഞ സാഹചര്യങ്ങൾ, അതിനൊരു വിലയും കൽപ്പിക്കരുത് ലൈഫിൽ. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ കാല പരാജയങ്ങൾ ഓർമ്മിപ്പിക്കാൻ കുറേ ആൾക്കാരും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അതിൽ വീണു പോകരുത്. അതൊക്കെ അതിനാണ് ഇങ്ങനെയുള്ള കോഴ്സിൻ്റെയൊക്കെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാവും. കാരണം അതവർക്കറിയില്ല.
അവളോട് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടോ, എന്നാലും നിനക്ക് നീ എത്ര ഇതിനു വേണ്ടി നോക്കിയത്, അല്ലെങ്കിൽ നിനക്ക് ലഭിച്ചില്ലല്ലോ, അല്ലെങ്കിൽ നീ അന്ന് നീ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ നമ്മുടെ ലൈഫിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനായിട്ട്. എന്നാലും നീ അന്ന് എത്ര അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ ചുറ്റിലും ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അവരോടൊക്കെ പറയേണ്ടത് എന്താണ്, ചിലവരോട് പറഞ്ഞാലും മനസ്സിലാവില്ല. അവരോടൊക്കെ പറയേണ്ടത് ഞാൻ എൻ്റെ ചിന്ത മാറ്റിയപ്പോൾ ഞാൻ നന്നായി, അത്ര മാത്രമേ പറയേണ്ടുള്ളൂ. ഞാൻ എൻ്റെ ചിന്ത മാറ്റി, ഞാനത് ചിന്തിക്കുന്നില്ല, കഴിഞ്ഞു. ഇതാ നല്ല മറുപടി, വേറൊന്നും നമുക്ക് പറയാനില്ല അവിടെ. അപ്പോൾ ലൈഫിൽ പ്രശ്നങ്ങളില്ലാത്ത ആരും പലരും ഇന്ന് ഇപ്പോൾ മോട്ടിവേഷൻ വീഡിയോ എടുക്കുന്ന ഏതൊരു വ്യക്തിയും നിങ്ങൾ നോക്കൂ, അവർക്കും പറയാനുണ്ട് ഒരുപാട് കഥകൾ, ശരിയല്ലേ? അവരുടെ മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോൾ അവർ പറയും ഞാൻ ഇന്ന് ഡിപ്രഷനിലൂടെ കടന്നുപോയി വന്ന ആളാണ്. കാരണം അവർക്കറിയാം ആ ഡിപ്രഷനിലൂടെ മറികടന്നവർ ലൈഫിൽ സക്സസ് ആയി. അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഓരോരുത്തർക്കും ഉണ്ടോ പല വിഷമങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ്, ചെറിയ സാഹചര്യത്തിൽ നിന്ന് വലുതിലേക്ക് എത്തിപ്പിടിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായും ഈ കോഴ്സ് നിങ്ങളെ ബോധമുള്ളവരായി ചിന്തിക്കാനും ജീവിതത്തിൽ വിജയം നേടാനും സഹായിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ജീവിതത്തിൽ സന്തോഷം, സമാധാനം എല്ലാം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.